ഒരിടയ്ക്ക് ഇന്ത്യയിൽ സ്ഥിരമായി നിലനിന്നിരുന്ന ഒരു കലാപരിപാടിയായിരുന്നു പരിസ്ഥിതി പ്രക്ഷോഭങ്ങൾ. ഗവൺമെന്റിന്റെ ഏതെങ്കിലും പദ്ധതികളോ അല്ലെങ്കിൽ വികസന പ്രവർത്തനമോ വന്നാൽ പരിസ്ഥിതി സംരക്ഷണ പ്രസ്ഥാനങ്ങൾ പെട്ടെന്ന് പൊട്ടിമുളയ്ക്കും. വികസന പ്രവർത്തനങ്ങൾ വരാതിരിക്കാൻ പിന്നെ ജനകീയ പ്രക്ഷോഭമായി, സമരമായി. ഇത്തരം പരിസ്ഥിതി പ്രസ്ഥാനങ്ങളിൽ നല്ലൊരു ശതമാനം NGOകളായിരിക്കും. അവരുടെ ഫണ്ടിങ്ങിലായിരിക്കും ഇത് മുന്നോട്ട് പോവുക. 2014 ജൂൺ മാസത്തിൽ കേന്ദ്ര ഗവൺമെന്റിന് IB നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് രാജ്യത്തിന്റെ സാമ്പത്തിക സാമൂഹിക മേഖല തകർക്കാനും തളർത്താനും ഇത്തരം ധാരാളം വിദേശ ഫണ്ട് വരുന്ന NGOകൾ രാജ്യത്ത് പ്രവർത്തിച്ചു വരുന്നു എന്ന് പറയുന്നു. 2012 ഫെബ്രുവരി മാസം സയൻസ് മാഗസിന് നൽകിയ അഭിമുഖത്തിൽ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഇത്തരം NGOകൾ രാജ്യത്തെ ന്യൂക്ലിയർ സംവിധാനങ്ങൾക്കെതിരെ നടത്തുന്ന സമരങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞിരുന്നു. കൂടംകുളം പോലെയുള്ള ആണവ നിലയങ്ങൾക്കെതിരെ നടന്ന സമരങ്ങൾ പേരെടുത്ത് പറഞ്ഞാണ് അദ്ദേഹം അഭിമുഖത്തിൽ സംസാരിച്ചത്. ഇതെല്ലാം ഏറെക്കാലം രാജ്യത്തിന്റെ പുരോഗതിയെ തടഞ്ഞ കാര്യങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. അതിനുശേഷം ഏതാണ്ട് 4000-ഓളം NGOകളുടെ അക്കൗണ്ടുകളാണ് ഗവൺമെന്റ് ഒറ്റയടിക്ക് ഫ്രീസ് ചെയ്യിച്ചത്. ഇത്തരം NGOകൾ വഴിയാണ് ഭീകരവാദ സംഘടനകളും നെക്സലിസ്റ്റ് ലോബിയും അവരുടെ ഫണ്ടിംഗ് കണ്ടെത്തിയിരുന്നതും. കാശ്മീരി വിഘടനവാദികളെ ഫണ്ട് ചെയ്തിരുന്നത് മുഴുവൻ ഇത്തരം NGO സ്ഥാപനങ്ങളായിരുന്നു. വനവാസി കേന്ദ്രീകൃതമായി പ്രവർത്തിച്ചിരുന്ന നക്സലുകൾക്ക് ഫണ്ടിംഗ് എത്തിച്ച് പോഷിപ്പിച്ച് മതപരിവർത്തനമടക്കം നടത്തി മേഖലയെ സാമ്പത്തികമായി പിന്നോട്ടടിച്ച് നിർത്തിയിരുന്നതിൽ ഇത്തരം NGOകളുടെ നീണ്ട ലിസ്റ്റ് തന്നെയുണ്ട്. അടുത്ത കാലത്ത് വരെ പ്രവർത്തിച്ചിരുന്ന സോറോസിന്റെ ആംനസ്റ്റി പോലുള്ള NGOകളുടെ കഥ വേറെയുമുണ്ട്. 2020-2021 കാലഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ ഒരു ഭേദഗതി ഇത്തരം NGO ഫണ്ടിംഗ് മേഖലയിലേക്ക് കൊണ്ടുവന്നിരുന്നു. വിദേശ ഫണ്ടിങ്ങുകൾ NGOകൾ നിർബന്ധമായും SBI ബാങ്ക് വഴി തന്നെ സ്വീകരിക്കണമെന്നതായിരുന്നു അന്നത്തെ ഭേദഗതി. നിലവിൽ ഇത്തരം ഫണ്ട് സ്വീകരണം കുറെ കൂടി സുതാര്യമാക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ്. നിശ്ചിത കാലയളവിൽ പണം ചെലവാക്കുക, വിദ്യാഭ്യാസം, മതപരം, സാമൂഹികം, സാംസ്കാരികപരമായ ആവശ്യങ്ങൾ എന്നിവയ്ക്കൊഴികെ മറ്റൊന്നിനും ഇനി ഇത്തരം ഫണ്ടുകൾ ഉപയോഗിക്കാൻ കഴിയില്ല. ഇതല്ലാതെ മറ്റെന്തിനാണ് NGOകൾക്ക് ഫണ്ട് എന്നതും അറിയില്ല. എന്തിനാണ് സഭകൾ ആശങ്കപ്പെടുന്നത് എന്നും നിലവിലറിയില്ല. സഭയായാലും മറ്റ് ഇതര സംഘടനകളാണെങ്കിലും ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങളിൽ നിലവിലെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നതാണ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. നിങ്ങളുടെ ഈ ഭീഷണിയും വോട്ട് തരില്ല എന്ന ഒളിയമ്പുമൊക്കെ വെള്ളത്തിൽ വരച്ച വരയായി മാത്രം അവശേഷിക്കും. ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ NGOകൾ ഹിന്ദുക്കൾക്കാണ്. അവരാരും ഈ ഭേദഗതിയിൽ ആശങ്കപ്പെടുന്നില്ല. പിന്നെങ്ങനെ സഭകൾക്ക് മാത്രം ഇതിൽ പ്രശ്നമുണ്ടാകുമെന്നുള്ള ഒരു ചോദ്യം ബാക്കിയാണ്. ഒരൊറ്റ രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ രാജ്യം നിന്ന് കത്തുമെന്ന് എല്ലാവരും പേടിച്ച കാശ്മീർ റീഓർഗനൈസേഷൻ ബില്ലൊക്കെ ഒരു ഇല പോലും അനങ്ങാതെ ക്ലീനാക്കി നടത്തിയ പാരമ്പര്യമാണ് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടേത്. ഇതിപ്പോ വെടിക്കെട്ടുകാരനെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കുന്നത് പോലെയാണ് സഭ ഉറഞ്ഞു തുള്ളുന്നത്.